ഉത്തരേന്ത്യയിൽ വൻ ലഹരി മരുന്ന് വേട്ട. ഡൽഹിയിലും പൂനെയിലും കൂടി 2500 കോടി രൂപ വിലമതിക്കുന്ന ലഹരി മരുന്ന് പിടികൂടി. 1100 കിലോഗ്രാം നിരോധിത ലഹരി മരുന്നായ മെഫഡ്രോൺ ആണ് പിടിച്ചെടുത്തത്. പൂനെയിൽ 700 കിലോഗ്രാം മെഫഡ്രോൺ പിടിച്ചെടുത്തതിനൊപ്പം 3 മയക്കുമരുന്ന് കടത്തുകാരെ അറസ്റ്റ് ചെയ്തതോടെയാണ് പോലീസ് ലഹരിവേട്ടയുടെ ഓപ്പറേഷൻ തുടങ്ങിയത്. പ്രതികളെ ചോദ്യം ചെയ്തതോടെ ഡൽഹിയിലെ കേന്ദ്രവും പോലീസിന് കണ്ടെത്താനായി. ഹൗസ് ഗാസ് മേഖലയിലെ ഗോഡൌണിൽ നിന്ന് 400 കിലോ സിന്തറ്റിക് മയക്കുമരുന്ന് കണ്ടുകെട്ടി. രണ്ടിടത്തും കൂടി പിടികൂടിയത് 2500 കോടി രൂപയുടെ നിരോധിത മയക്കുമരുന്ന്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കേസിൽ ഇതുവരെ 5 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരുമായി ബന്ധമുള്ള മറ്റിടങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതികളും കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരൻ ലളിത് പട്ടീലും തമ്മിൽ ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. കേസിൽ പാട്ടീലിന്റെ പങ്ക് വ്യക്തമാക്കാൻ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സമീപകാലത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് മഹാരാഷ്ട്ര പോലീസ് നടത്തിയത്. 24 ഡൽഹി.